ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള ലഞ്ച് മെനുവിൻ്റെ 101ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ രണ്ട് സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ ട്രൈ ചെയ്തത്. ഒന്ന് നമ്മുടെ തുവര വെച്ചിട്ടുള്ള ഒരു കറിയാണ്, ഒരു മസാല കറി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സാമ്പാർ എന്ന് പറയാം. പിന്നെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പൊടി മാസ്, പിന്നെ സാലഡും കുറച്ച് പിക്കിളും ചോറും പപ്പടം ഒക്കെ ആയിട്ട് നമ്മുടെ സിമ്പിൾ മീൽ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം ആദ്യം ഉണ്ടാക്കുന്ന തുവരപ്പയറും കൊണ്ടുള്ള കറിയാണ്. അതിനായിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു ചീനച്ചട്ടി ഒരു പാനിലോ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മല്ലി, കടുക്, മുളക് ഇത്ര ഇട്ടിട്ട് നമുക്കൊന്നത് മൂപ്പിച്ചെടുക്കണം. കടുകൊന്ന് നന്നായി പൊട്ടി വരുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. വെളുത്തുള്ളി വറക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് ചൂടായാൽ മതി. ഇനി ഇത് തണുപ്പിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് തുവര എന്ന് പറയുന്നത്. പച്ചത്തുവരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുക്കറിലേക്ക് മാറ്റിയിട്ട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലിന് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തുവര നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ പ്രഷർ കുക്കറെ മൂടി തുറന്ന് തിരിച്ചും മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മല്ലിയും കടുകും മുളകും കൂടെ വറുത്ത് അതിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് തേങ്ങ ചേർത്ത് അരച്ച മസാലയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായി തിളയ്ക്കുന്ന വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാനായിട്ട് കുറച്ച് കടുകും മുളകും കരിവേപ്പിലയും കൂടി ഞാൻ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഇനി നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള പൊടിമാസ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉഴുന്നപ്പരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പരിപ്പുകളൊക്കെ ഒന്ന് നന്നായിട്ട് ചുവന്ന് വരട്ടെ. അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് പൊടിമാസിനുള്ള. ഇനി ഇത് ഞാൻ മധുരക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ്. ഒന്ന് റഫായിട്ട് മാഷ് ചെയ്താൽ മതി. അപ്പോൾ കുക്കറിലിടരുത്, കുക്കറിലിട്ടാൽ വല്ലാണ്ട് ഉടഞ്ഞു പോകും. അല്ലാതെ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, താളിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കുക. നമ്മൾ മധുരക്കിഴങ്ങ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാ താളിപ്പ് എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക.
ഇതും കൂടി ഒന്ന് നന്നായിട്ട് ടോസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മധുരക്കിഴങ്ങ് പൊടിമാസ് റെഡിയാണ്. ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ 2 സ്പെഷ്യൽ റെസിപ്പീസ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.